ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്കൂളൊക്കെ അവധിയല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അതുമല്ല വാപ്പിക്ക് ജോലിയില്ലായിരുന്നു. ഒരുപാട് ലോങ്ങൊന്നും അല്ല പോകുന്നത്, റോസ്മലയിലാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും കുരുത്തക്കേടില്ലാത്ത 4 അനിയന്മാരുണ്ട് എൻ്റെ കൂടെ. വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവന്മാർ ബഹളം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണിത്. അതുപോലെ തന്നെ അക്കൂക്കായും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അത് ഞങ്ങളുടെ ഒരു റിലേറ്റീവാണ്. ഞങ്ങളിപ്പോൾ കുളത്തൂപ്പുഴ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു അമ്പലവും അതിനോട് ചേർന്നൊരു കുളം കൂടിയുണ്ട്. ഇവിടെ എന്തെങ്കിലും നേർച്ചയൊക്കെ ചെയ്തിട്ട് ആൾക്കാർ വന്നിട്ട് മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്. പൊരിയാണ് കൂടുതൽ പേര് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ വാപ്പിച്ചി ഇവിടെ ഒന്ന് നിർത്തിയതാണ്. നമുക്കൊന്ന് ഇറങ്ങി കണ്ടിട്ട് വരാം. വീഡിയോയിൽ ആ മീനിനെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്കറിയാം ഇവിടെ വലിയ മീനുകളാണ് ഉള്ളത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ തോന്ന നേരം നിന്നാൽ ചിലപ്പോൾ ഓമാർ അതിലെടുത്ത് ചാടിയെന്നും ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ഞങ്ങളിപ്പോൾ കാട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ കാടൊന്നുമല്ല, ചെറിയ രീതിയിൽ. വല്ല മൃഗങ്ങളെ ഇപ്പം കാണാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് ഗൈസ്. പക്ഷേ ഇതുവരെ ഒരു മൃഗത്തിനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അക്കൂക്ക കൂടെ ഉള്ളത് കൊണ്ടാണോ എന്തോ മൃഗങ്ങളൊക്കെ മാറി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അനിയന്മാർ കുറേ നേരമായിട്ട് ബാക്കിൽ ഇരുന്നിട്ട് വണ്ടിക്ക് എന്തോ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കും അത് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തായിരുന്നു. ഞങ്ങളത് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചു. എന്തായാലും വാപ്പി വണ്ടി ഒതുക്കുന്നുണ്ട് നോക്കാനായിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന അക്കൂക്ക കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിടുന്ന ഷോ കാണിക്കുന്നുണ്ട്. വണ്ടിക്ക് എന്തോ വയറിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലം കൂടി ആയതുകൊണ്ട് എന്തോ ബുദ്ധിമുട്ടായിരുന്നു കാണിക്കാൻ. അപ്പോൾ ഹൈ റേഞ്ച് കയറണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഞങ്ങൾ തിരിച്ച് കുറച്ച് ദൂരം വന്നപ്പോൾ വളരെ മനോഹാരിത നിറഞ്ഞൊരു സ്ഥലം കണ്ടു. അത് പാലരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വളരെ തെളിഞ്ഞ വെള്ളമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ആരെയും ശല്യമില്ല. അപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ്. വെള്ളത്തിന് വലിയ ഒഴുക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇവന്മാരെയൊക്കെ ഇവിടെ ഇറക്കി നിർത്താമല്ലോ. വെള്ളത്തിന് ഒഴുക്കുള്ള സ്ഥലമായിരുന്നെങ്കിൽ അവിടെ ഇറക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത എൻ്റെ കുഞ്ഞനിയനാണ്. അവനിക്ക് 2 വയസ്സാണുള്ളത്. മാമച്ചിയുടെ മോനാണ്. വീട്ടിൽ ഉപ്പ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബക്കറ്റിൽ നിറച്ച് വെക്കും. അപ്പോൾ ഇവ അതിനകത്ത് ഒന്നുകിൽ ചെന്ന് അഴുക്കാക്കും, അല്ലെങ്കിൽ അത് തട്ടിയിടും. അങ്ങനെ ഉപ്പ 2 അടിയെ കൊടുത്ത് ഓട്ടിക്കും. അപ്പോൾ അവനിക്ക് വെള്ളം കാണുമ്പോഴേ പേടിയാണ്. ഇവിടെ അവനിക്ക് അങ്ങനെ ആരെയും പേടിക്കേണ്ടി വന്നില്ല. അപ്പോൾ അവൻ തീർത്തങ്ങ് ഉല്ലസിച്ചു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം അവൻ്റെ ആ കുസൃതികൾ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ തെന്മല ഡാമിലോട്ടാണ് പോകുന്നത്.
ഇപ്പോൾ ഞങ്ങൾ തെന്മല ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം വരെ എല്ലാവർക്കും ബൈ.